അതെങ്ങനെ ശരിയാവുന്നു? ഇന്നസെൻ്റ് പറയേണ്ടതെല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതൊന്നും സത്യമായിരുന്നില്ല, തമാശയായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന ആളുകൾ വിശ്വസിക്കുക. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇയാളിപ്പം പണ്ട് കുന്തം പിടിക്കാൻ പോയിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഇപ്പം ഇത്ര നാണക്കേട്? ഞാൻ പോയിട്ടുണ്ട്, ഞാൻ കുന്തം പിടിച്ചിട്ടൊന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ജയിക്കാനായി ജനിച്ചവൻ, അതിൽ നല്ലൊരു റോള് തരാമെന്ന് പറഞ്ഞിട്ട് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ പോയി. ഒരു സ്റ്റുഡിയോയില്ല മദ്രാശിയിലുള്ള. അവിടെ ചെന്ന് നോക്കിയപ്പം ആൾക്കൂട്ടത്തിൽ, വലിയൊരു ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ നടക്കല. അപ്പോൾ അത് മനസ്സിലായപ്പോൾ പിന്നെ നമ്മളത് കൂടുതൽ നടന്നില്ല, ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പം കമലഹാസൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഒരു അധ്യാപകൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, നടരാജൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ഞങ്ങൾ കുറച്ച് സ്റ്റുഡൻസിനെ കമലഹാസൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ABM സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി. K. ബാലചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന അവർകൾ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അതിലൊരു പാട്ട് സീൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക. ആ പാട്ട് സീനിൻ്റെ ഇടയ്ക്ക് കമലഹാസനും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ക്രിക്കറ്റ് കളിക്കുന്നത്. അത് ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ മൈം ചെയ്യുന്ന പോലെയുള്ളൊരു ക്രിക്കറ്റ് കളിയാണ്. അതിൽ ഈ നടരാജൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊക്കെ അഭിനയിച്ചു, ഞാനും അഭിനയിച്ചു. പക്ഷേ സിനിമ എന്ന് വന്നു കഴിഞ്ഞപ്പം ഞാനാണ് ആ അഭിനയിച്ചത് എന്നുള്ളത് എനിക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു എന്നെ ഞാൻ കണ്ടത്. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് മാത്രമല്ല, ഇപ്പം മമ്മൂട്ടി തന്നെ ഈയിടെ സിനിമയിൽ സജീവമാകുന്നതിന് മുമ്പ് ആദ്യകാലത്ത് ആരുടെയോ റെക്കമെൻഡേഷനിൽ ഒരു ഷോട്ടിൽ ഒരു വള്ളക്കാരനായിട്ട് അഭിനയിച്ചത് അദ്ദേഹം തന്നെ പത്രത്തിൽ എഴുതി. നമ്മുടെ സുപ്രസിദ്ധ സംവിധായകൻ ഫാസിൽ ഒരു സുന്ദരിയുടെ കഥ എന്ന് പറയുന്ന സിനിമയിൽ അതിനകത്ത് നായകൻ നസീർ സാറാണ്. അപ്പോൾ നസീർ സാറിനെ കളിയാക്കുന്ന പെൺകുട്ടികൾ അങ്ങനെ പെൺവേഷം കിട്ടി, ആര്? ഫാസിൽ. അപ്പോൾ ഇതൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഓരോ ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കും. പക്ഷേ ഈ പറഞ്ഞതൊന്നും ഇന്നസെൻ്റിനെ ഏറ്റില്ല, പുള്ളി തണുത്തതുമില്ല.